കമ്മീഷനിങ്ങിന് ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. ഓഖി ദുരന്തവും തുറമുഖത്തിനെതിരെയുള്ള സമരവുമടക്കം പ്രതിസന്ധികളുടെ നീണ്ട നിര തരണം ചെയ്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രയാണം ഇപ്പോൾ കമ്മീഷനിങ്ങിൽ എത്തിനിൽക്കുകയാണ്. മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിനായി സമർപ്പിക്കും. ഇതിനു മുന്നോടിയായി മുന്നൊരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖത്തെത്തിയത്. ഓട്ടോമാറ്റിക് നാവിഗേഷൻ സിസ്റ്റമാണ് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. വെസൽ നാവിഗേഷൻ സിസ്റ്റം 20 നോട്ടിക്കൽ മൈൽ അകലെയുള്ള മറ്റു കപ്പലുകളെ നിരീക്ഷിക്കാവുന്ന രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായ തുറമുഖത്തിന്റെ 2-ാം ഘട്ട പ്രവർത്തനങ്ങൾ ഡിസംബർ മാസത്തോടുകൂടി ആരംഭിക്കും. 2700 മീറ്റർ പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ളത് 300 മീറ്റർ പുലിമുട്ട് നിർമ്മാണം മാത്രം. നിലവിൽ 1-ാം ബർത്തിൽ കൂറ്റൻ ചരക്കുകപ്പലുകളാണ് എത്തുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന്റെ പ്രധാന കവാടമായി വിഴിഞ്ഞം മാറുകയാണ്. നിർമ്മാണ പ്രവൃത്തികളൊക്കെ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി തുറമുഖം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ അഭിമാനത്തിന്റെ മുദ്രയായും വിഴിഞ്ഞം മാറും. ക്യാമറമാൻ രതീഷ് കട്ടേലക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.